അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വാഗതം പ്രിയപ്പെട്ട ശ്രോതാക്കളെ. ഇന്ന് മുനമ്പത്ത് വക്കീൽ പോയോ? അവിടെ നിന്ന് പായസം, ലഡു എല്ലാം കൊണ്ടും ഒരു ആഘോഷ തിമിർപ്പാണ് അവിടെ. പിന്നെ എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് ആ ജബൽപൂരി എന്നുള്ള വാർത്ത കേട്ടപ്പോ പായസവും ലഡുവും ഒന്നും ഇറങ്ങൂലാത്തൊരവസ്ഥയാണ്. ജബൽപൂരി എന്താ കേട്ടതെന്ന് അറിഞ്ഞോ? അതല്ലേ, അവിടെ ക്രൈസ്തവമായ ആഘോഷത്തിൽ ഏർപ്പെട്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചില സഹോദരി സഹോദരന്മാർ, അവരെ അക്രമാസക്തരായ ഹിന്ദുത്വർ കൂട്ടം കൂടി വന്നു. അവര് ബസ്സിലായിരുന്നു. നമ്മുടെ ആഘോഷത്തിൽ ഏർപ്പെട്ടിരുന്ന സഹോദരി സഹോദരന്മാരൊരു ബസ്സിലായിരുന്നു. അപ്പൊ ആ ബസ് തടഞ്ഞു നിർത്തി അവരെ അതിൽ നിന്ന് ഇറക്കി മാരകമായിട്ട് മർദ്ദിച്ചു. അപ്പൊ അവരുടെ നേതാവ് ഈ മലയാളികളാണ്. അപ്പൊ ഈ ഭക്തരായ വിശ്വാസികളായ ഈ സഹോദരങ്ങളുടെ നേതാവ് വിവരമറിഞ്ഞ് വന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുപോയി. അതിന്റെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ സാന്നിധ്യത്തിലിട്ട് ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ ഈ ക്രൈസ്തവ സഹോദരി സഹോദരന്മാരെ ക്രൂരമായിട്ട് ആക്രമിച്ചു. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി മുനമ്പത്ത് പോയി പായസം കുടിക്കാനും പടക്കം പൊട്ടിക്കാനും കമ്പിത്തിരി കത്തിക്കാനും പറ്റുന്ന ഒരു അവസ്ഥയിൽ അല്ല നമ്മളെ പോലെയുള്ള മനുഷ്യ സ്നേഹികളുള്ളത്. അപ്പോൾ ഏതായാലും ഈ വഖഫ് ബില്ല് പാസ്സായതോടുകൂടി, വഖഫ് ഭേദഗതി നിയമം പാസ്സായതോടുകൂടി മുനമ്പം ജനതയുടെ ഭാഗ്യ നക്ഷത്രം ഉദയം ചെയ്തിരിക്കുന്നു എന്നാണ് പറയണത്. മുനമ്പം ജനത ഇതോടുകൂടി രക്ഷപ്പെടും. വക്കീൽ, എന്താ അഭിപ്രായം? അതിന്റെ നിയമപരവും സാങ്കേതികവുമായിട്ടുള്ള കിടപ്പൊക്കെ എങ്ങനെയാണ് വക്കീലിന്റെ വിലയിരുത്തല്? വഖഫ് ബില്ലിനെ കുറിച്ച് പറയുമ്പോൾ 1954 ആദ്യമായി ഇന്ത്യയിൽ വഖഫ് നിയമം, വഖഫ് ആക്ട് വരുന്നത്. അതിനുശേഷം 1995 അതിന് ഭേദഗതി വരുത്തുകയും 2025 ശ്രദ്ധേയമായ ഒരുപാട് ഭേദഗതികളിലൂടെ വീണ്ടും ഇതിന് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം മുഗൾ കാലഘട്ടം മുതലേ നമ്മൾക്ക് ഒരു വഖഫ് നിയമമുണ്ട്. ഇന്ത്യയിലെ ദർഗകൾ, ഇന്ത്യയിലെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആതുരാലയങ്ങൾ, ഇവയെല്ലാം വഖഫ് നിയമത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പൊ ഈ വഖഫ് നിയമത്തിൽ, പുതിയ വഖഫ് നിയമത്തിൽ അനുസരിച്ചിട്ട് ഒരാൾ 5 വർഷത്തോളം ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് ജീവിച്ച ഒരാൾക്ക് മാത്രമാണ് വഖഫ് ചെയ്യാൻ കഴിയും. പക്ഷെ ഇത്രയും നാൾ അങ്ങനെ ആയിരുന്നില്ല. പുരാതന കാലം മുതൽ തന്നെ അമുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് പേര് വഖഫ് ഭൂമികൾ വഖഫായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനി ഒരു അമുസ്ലിമിന് ഒരു ഭൂമി വഖഫാക്കുന്നതിനൊന്നും സാധ്യമല്ല. അല്ല, അത് വഖഫ് ആക്കേണ്ട വക്കീലെ. നമ്മുടെ ഈ മുനമ്പത്തെ പത്രോസ് മറിയാമ്മ, അവരുടെ കാര്യത്തില് എന്തെങ്കിലും ഒരു ഹലാസിയത്ത്, എന്തെങ്കിലും ഒരു രക്ഷ ഈ പാർലമെന്റിലെ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായതോടുകൂടി ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് ഞാൻ ജിജ്ഞാസയോടുകൂടി അന്വേഷിക്കും. ഈ ചർച്ച് ആക്ട് ഉണ്ടല്ലോ, അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്ന കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ, മറ്റു കത്തോലിക്ക സംവിധാനങ്ങൾ, അവര് മറ്റൊരു മതവിഭാഗത്തിന്റെ, മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഈ വഖഫ് നിയമത്തിന്റെ കാര്യത്തിൽ അത് നടപ്പിലാക്കണം, വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കണം എന്ന് ഇത്ര ഉത്സാഹം, ഇത്ര വാശി കാണിക്കാൻ എന്താ കാരണം എന്നാണ് വക്കീൽ വിചാരിക്കുന്നത്? അത് വളരെ ദൈവമക്കളോടുള്ള നിസ്തുലമായ അനുപമമായ സ്നേഹത്തിൽ നിന്നും ഉറവ പൊട്ടിയ ഒരു വാശിയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും അധികം വഖഫിനേക്കാൾ കൂടുതൽ ഭൂമിയുള്ളത് ക്രൈസ്തവ സഭകൾക്കാണെന്നാണ് പലരും. അത് അവർക്കുണ്ടായിക്കോട്ടെ. അതില് മുസ്ലിങ്ങൾക്ക് ഒരിക്കലും അസ്വസ്ഥതയോ അസൂയയോ ഉണ്ടാകാൻ പാടില്ല. കാരണം അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ളത് വലാ തമുദ്ദന്ന ഐനൈക ഇലാമാ മത്തഅന ബിഹി അസ്വാജം മിൻഹും. വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക്
അസൂയയോടുകൂടി ആർത്തിയോടുകൂടി നിങ്ങൾ ഇങ്ങനെ കണ്ണു വിടർത്തി നോക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രാജ്യത്ത് 7.29 കോടി ഏക്കർ ഭൂമി ക്രൈസ്തവ സഭകൾക്ക് സ്വന്തമായിട്ടുണ്ട്. എത്രയാണ്? 7.29 കോടി ഏക്കർ. എന്നാൽ വഖഫ് ബോർഡിന് എത്ര ഏക്കറേ ഉള്ളൂ എന്നറിയാമോ? വെറും 6 ലക്ഷം ഏക്കർ ഭൂമിയുള്ളൂ. എന്നാൽ നമുക്ക് യാതൊരു പരാതിയില്ല കേട്ടോ. നമ്മുടെ സഹോദരങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ഞാനിപ്പോ ചോദിച്ചു വന്നത് എന്താന്ന് വെച്ചാൽ, ചർച്ച് ആക്ട് നടപ്പിലാക്കാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്ന കത്തോലിക്ക സഭ വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കണം എന്ന് വാശി പിടിക്കാനുള്ള കാരണം അത് മുസ്ലിങ്ങളോടുള്ള ഗുണകാംക്ഷ തന്നെയാണ്. കാരണം തങ്ങളുടെ സ്വന്തം സ്വത്തുക്കളെക്കാൾ, തങ്ങളുടെ സ്വന്തം ധനത്തെക്കാൾ, തങ്ങളുടെ സ്വന്തം ഭൂമിയേക്കാൾ കൂടുതൽ കൃത്യതയും കണക്കും ഗവൺമെന്റിന്റെ മേൽനോട്ടവും എല്ലാം ഈ മുസ്ലിങ്ങളുടെ വഖഫ് ഭൂമിയുടെ മേലുണ്ടാകണം എന്നുള്ള ആ ഒരു ഗുണകാംക്ഷയുടെയും സ്നേഹത്തിന്റെയും ആ വികാരം കൊണ്ടാണ് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഉൾപ്പെടെയുള്ള കത്തോലിക്ക സംവിധാനങ്ങൾ ഈ വഖഫ് ബില്ല് പാസാക്കിയേ തീരൂ എന്ന് വാശി പിടിക്കാൻ കാരണം യേശു പറഞ്ഞത് എന്താണെന്നറിയൂ? ഒരാൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നു എങ്കിൽ അവൻ കള്ളം പറയുന്നവനാകുന്നു. കാരണം കാണപ്പെടുന്ന ദൈവദാസനെ സ്നേഹിക്കാൻ സാധിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല. അപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ് കത്തോലിക്ക സഭയ്ക്ക്. അവരുടെ സ്വത്തുവകകള്, അവരുടെ വഖഫ് മുതലുകള്, അതിന് കൃത്യമായ പരിരക്ഷ വേണം, ഗവൺമെന്റിന്റെ നിയന്ത്രണം വേണം. കഴിയുന്നത്ര BJPയുടെ ഗവൺമെന്റ് ആ വഖഫ് സ്വത്തുക്കളെ ഏറ്റെടുത്ത് സംരക്ഷിച്ച് പരിപാലിച്ച് അങ്ങനെ കൊണ്ടു നടക്കണം. അതിന് ഒരു കോട്ടവും വരരുത്. KP യോഹന്നാനെ പോലുള്ളവരുടെ ചർച്ചകൾ, ബിലീവേഴ്സ് ചർച്ച്, അത്തരത്തിലുള്ള മറ്റിതര ചർച്ചകൾ, അവയെ കുറിച്ചിട്ടുള്ള KP യോഹന്നാന് പറ്റിയ അടിയാണല്ലോ ഇവരുടെ കണ്ണു തുറപ്പിച്ചത്. KP യോഹന്നാനെ ED തേടിയെത്തി. KP യോഹന്നാനെ ED തേടിയെത്തി. അങ്ങനെ KP യോഹന്നാന്റെ ബംഗ്ലാവിന്റെ മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ഡിക്കിയിൽ നിന്ന് പോലും കോടിക്കണക്കിന് രൂപ കണ്ടെടുത്തു, ED കണ്ടെടുത്തു എന്നാണ് പറയണത്. നമുക്കറിയില്ല കേട്ടോ. അപ്പൊ അതുപോലത്തെ പ്രശ്നങ്ങള് കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടാകുന്നത് നമുക്കും ഇഷ്ടമല്ല. കാരണം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നമുക്കൊരു കേടും വരാതിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ അയൽവർക്കക്കാർക്ക്, നമ്മുടെ അയൽ സമുദായത്തിന്, സഹസമുദായത്തിന് ഒരു ദോഷവും വരാൻ പാടില്ലല്ലോ. അപ്പോ അതുകൊണ്ട് കത്തോലിക്ക നേതൃത്വം എന്ത് തീരുമാനിച്ചു എന്ന് വെച്ചാൽ, തങ്ങളുടെ ശത്രുക്കളെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങി. ശത്രു എന്ന് പറഞ്ഞാൽ ആരാ? BJP. അതായത് ലൂക്കോസ് 6:27-28 പറയുന്നുണ്ട്, നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക, നിന്നെ ശപിക്കുന്നവർക്ക് അനുഗ്രഹം ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കത്തോലിക്ക സഭ ആരെ സ്നേഹിക്കാൻ തുടങ്ങി? ഹിന്ദുത്വ ശക്തികളെ, ഫാസിസ്റ്റുകളെ, BJPയെ, RSSനെ, ബജ്രംഗ് ദളിനെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങി. അത് ലൂക്കോസ് 6:27-28 നിർദ്ദേശപ്രകാരമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ KP യോഹന്നാന് സംഭവിച്ചതുപോലെയുള്ള തക്കക്കേടുകളൊന്നും വരൂല, ഇടിഞ്ഞേറുകളൊന്നും വരൂല. ആ നിരീക്ഷണം വളരെ കൃത്യമല്ലേ? അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് പരമപ്രധാനമാണ്. ഞാൻ മനുഷ്യരുടെ ഭാഷയിലും ദൈവദൂതന്മാരുടെ ഭാഷയിലും സംസാരിച്ചാലും ഞാൻ സ്നേഹമില്ലാത്തവനാണെങ്കിൽ ഞാൻ വെറും മുഴങ്ങുന്ന ചെണ്ടയോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ എന്നാണ്. അപ്പൊ അതുകൊണ്ട് സ്നേഹത്താൽ പ്രചോദിതമായി BJPയെ, RSSനെ, ബജ്രംഗ് ദളിനെ സ്നേഹിച്ചുകൊണ്ട് സ്വസ്ഥമാകാനുള്ള കത്തോലിക്ക സഭയുടെ തീരുമാനത്തെ ഒരു ദോഷൈക ദൃക്കിന്റെ കണ്ണിലൂടെ കാണുന്ന നമ്മുടെ പല ആളുകളുടെയും സമീപനം അപലപനീയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അടുത്തൊരു അച്ഛൻ
പ്രസംഗിച്ചതാണ്. അതായത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ഭൂമിയുടെ അടുത്ത് വന്ന് നിന്നിട്ട് 3 പ്രാവശ്യം ആ ഭൂമി വഖഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂമി വഖഫാവും. അങ്ങനെ ഇന്ത്യ മുഴുവൻ ഉള്ള ഭൂമികൾ വഖഫാക്കി മാറ്റാനുള്ള ശ്രമമാണ്. അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രമാക്കി വഖഫ് നിയമം ദുരുപയോഗപ്പെടുത്തി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കലാണ് മുസ്ലിങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരു വർഗീയവാദിയായ അച്ഛൻ പ്രസംഗിക്കുന്നുണ്ട്. അത് ആ അച്ഛൻ പറഞ്ഞതല്ല. ആ അച്ഛൻ പറഞ്ഞത് നമ്മൾ പറയാത്തത് പറഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല. അത് പറഞ്ഞത് നമ്മുടെ കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലറും PSC ചെയർമാനും ഒക്കെ ആയിരുന്ന ഒരു മാന്യനുണ്ട്. മൂപ്പര് പറഞ്ഞതാണ്, ഒരു കാക്ക ഒരു വഴിയിലൂടെ, ഒരു മുസ്ലിം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മുതല് കണ്ടു, ഒരു ബിൽഡിംഗ് കണ്ടു, അത് തരക്കേടില്ലല്ലോ എന്ന് തോന്നിയാൽ അതിന്റെ നേരെ നോക്കിയിട്ട് വഖഫ് 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 തൊലാക്ക് 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 എന്ന് പറയുന്നത് പോലെ വഖഫ് എന്ന് 3 പ്രാവശ്യം പറഞ്ഞ അതോടുകൂടി അത് വഖഫായി തീരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇത് കേട്ട് ആവേശം കയറിയ ഒരു കത്തോലിക്ക പാതിരി അച്ഛൻ മുനമ്പത്ത് TV ചാനലുകളുടെ മുമ്പിൽ പറഞ്ഞു, ഈ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് മുസ്ലിം സംഘടനകൾ അവകാശപ്പെടാനുള്ള കാരണം ഇന്ത്യയിലെ ഭൂമി മുഴുവൻ ഇങ്ങനെ വഖഫാക്കി മാറ്റി ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞത് പോലും മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ലാട്ടോ. അങ്ങനെ ഒരു സാധനം മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ, ഏത് അച്ഛൻ പറഞ്ഞ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കുകയാണെങ്കിൽ മുനമ്പം പോലെയുള്ള ചതുപ്പ് നിലമോ ചെളിയുള്ള സ്ഥലമോ അതിന്റെ ആസ്ഥാനം തലസ്ഥാനം ആകരുത് എന്നുള്ള ആ ഒരു നല്ല മനസ്സും കൊണ്ടായിരിക്കണം അച്ഛൻ അങ്ങനെ പറഞ്ഞത്. കാരണം ഈ പാതിരി അച്ഛന്മാരുടെ ഉള്ളിലൊന്നും ഒരിക്കലും ഒരു ജനതയോടുള്ള വിദ്വേഷം ഉണ്ടാവില്ലല്ലോ. കാരണം അവര് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് മത്തായിയുടെ സുവിശേഷം 5:9, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. അപ്പൊ അങ്ങനെയുള്ള ഒരു അച്ഛൻ നമ്മളോടുള്ള മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ടൊന്നും പറയുമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. ഇനി ഒറ്റ കാര്യം കൂടി പറയാം. പ്രിയപ്പെട്ട അച്ഛന്മാരെ, ബിഷപ്പുമാരെ, കർദിനാൾമാരെ, പാതിരിമാരെ, നിങ്ങളോട് പറയാനുള്ളത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറഞ്ഞ ഒരു വാക്കാണ്. നീതിയില്ലാത്ത നിയമത്തിനെതിരെ പ്രതിഷേധിക്കൽ ദൈവീകമായ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കാൻ അല്ലയോ പാതിരിമാരെ നിങ്ങൾ വിമുഖത കാണിക്കുന്നുവെങ്കിൽ, അന്ന് ആ ഒരു ചിന്തകൻ പറഞ്ഞില്ലേ, അവസാനം അവർ എന്നെ തേടി വന്നു, അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നാസി ജർമ്മനിയിൽ നാസികളെ എതിർത്ത ജർമ്മൻ പാതിരിയുണ്ട്, ഡയട്രിച്ച് ബോൺഹോഫർ എന്ന് പറയുന്ന ഒരു പാതിരി. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നിങ്ങളുടെ ചങ്കിൽ തറയ്ക്കേണ്ടതാണ്. ക്രിസ്ത്യാനി എന്നത് ഒറ്റപ്പെട്ട നീതിയുടെ ശബ്ദമാണ്. നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലാത്തിടത്ത് അവിടെ നീതിക്ക് വേണ്ടി, മർദ്ദിതർക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി ശബ്ദിക്കേണ്ടത് ഒരു ക്രിസ്ത്യാനിയുടെ ബാധ്യതയാണ്, കർത്താവിന്റെ അരുളപ്പാടാണ്. അതുകൊണ്ട് ഭൗതികമായ സ്വാർത്ഥമായ നേട്ടങ്ങൾക്ക് വേണ്ടി മനസാക്ഷി വഞ്ചന നടത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ BJPയും RSSും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ എന്ന പോലെ നിങ്ങളെ സംരക്ഷിക്കും എന്നുള്ള നിങ്ങളുടെ ധാരണ മൂഢമാണ്, വിഡ്ഢിത്തമാണ്. അത് വിദൂരമായ നാളുകളല്ല, അത് തിരിച്ചറിയാനുള്ള അകക്കണ്ണ്, ഇത്രയും വിദ്യാഭ്യാസം ഹാർഡ്വാർഡിലും ഓക്സ്ഫോർഡിലും ഒക്കെ പോയി പഠിച്ച മഹാവിദ്വാന്മാരല്ലേ, കേമന്മാരല്ലേ നിങ്ങൾ. നമ്മളെ പോലുള്ള പാവപ്പെട്ട മുസ്ലിയാക്കന്മാരൊന്നും അല്ലല്ലോ നിങ്ങൾ ഒരുപാടൊക്കെ പഠിച്ചിട്ടുള്ളവരല്ലേ. ഫാസിസ്റ്റെ പറ്റി പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങളുടെ പലരും. അതുകൊണ്ട് ഉണരുക പാതിരിമാരെ, നിങ്ങൾ ഒന്നുകൂടി മാനവികവും നൈതികവുമായ മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ വിശുദ്ധ ബൈബിളിനെ, വേദത്തെ ഒന്നുകൂടി വായിച്ചാൽ കാര്യങ്ങളൊക്കെ അതിന്റെ മട്ടത്തിൽ വരുമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.